ഇതൊരു സോംബി പടമല്ല, ഇതൊരു എപ്പിക് ഫാൻറ്റസി ആയിട്ടുള്ള ഒരു ഫിലിമാണ്. ഇനി ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഇവരെ വെച്ച് ഓരോ കോമിക് ബുക്സുകൾ, ബാലരമയൊക്കെ പോലത്തെ ഒരു കോമിക് ബുക്ക് തന്നെ ഇറക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഒരു ഫിലിമാണ് ഈ ഒരു സിനിമ. ഷാജി പാപ്പനും പിള്ളേരും അങ്ങനെ വരാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അവരെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പാപ്പം കപ്പും കൊണ്ടേ പോകത്തുള്ളൂ. ആട് 1, 2 ഈ രണ്ട് സിനിമയും, ആട് 1 കണ്ട സമയത്ത് പോലും എനിക്കത് ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. പക്ഷെ അന്നത് തിയേറ്ററിൽ ഫ്ലോപ്പായിരുന്നു. ആദ്യമായിട്ടായിരിക്കും ഒരു ഫ്ലോപ്പായ സിനിമയ്ക്ക് ഒരു 2ാം ഭാഗം കൊണ്ടുവരുന്നത്. അങ്ങനെ അതിൻ്റെ 2ാം ഭാഗം വന്നു. ആ 2ാം ഭാഗത്തിലാണെങ്കിൽ അത് പ്രതീക്ഷിച്ച പോലെ തന്നെ ഹിറ്റുമായി. ഇതിൽ മെയിനായിട്ട് ഈ സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നിയ ഒരു യുണീക്നെസ് എന്ന് പറയുന്നത് ഇതിലെ ഓരോ ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സിൻ്റെയും BGM അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്രയ്ക്ക് പോപ്പുലർ ആയിരുന്നു. അതിലുള്ള ഏത് കൊച്ചു ക്യാരക്ടറിന് പോലും കൊടുത്തിരിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇന്ന ക്യാരക്ടറിൻ്റെ ആണെന്നുള്ളൊരു സിഗ്നേച്ചർ ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു അതിനകത്ത്. ആ ഒരു പാറ്റേണിലാണ് ആ ഒരു സിനിമ അന്ന് ഏറ്റവും കൂടുതൽ ഞാനൊക്കെ ശ്രദ്ധിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും ഇനി വരാൻ പോകുന്ന സമയത്ത് കഴിഞ്ഞ 2 ഭാഗത്തെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ 3ാമത്തെ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ചും കൂടി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബിഗ് സ്കെയിൽ ഫിലിമായിട്ടാണെന്നുള്ളത് അവർ ഓൾറെഡി റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം ഉണ്ടായിരുന്നു, ഇതൊരു സോംബി പടമാണ് എന്നുള്ള രീതി. എന്നാൽ ആ കാര്യത്തിൽ ഇപ്പോൾ ഡയറക്ടർ തന്നെ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്, ഇതൊരു സോംബി പടമല്ല എന്നുള്ളത് കൺഫേം ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു എപ്പിക് ഫാൻറ്റസി ആയിട്ടുള്ളൊരു ഫിലിമാണ്. എനിക്ക് തോന്നുന്ന ഒരു എപ്പിക് ഫാൻറ്റസി വരാൻ പോകുന്നത് നമ്മൾ മറ്റേ പാർട്ടുകളിൽ കണ്ടതുപോലെ തന്നെ ഇവരെല്ലാം കൂടി ഒരു ചെറിയൊരു സംഭവത്തിൻ്റെ പുറകെയാണ് പോകുന്നത്. അതൊരു ആട് വഴി പോകുന്നെങ്കിൽ പോലും നീലക്കൊടുവേലി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അതിൻ്റെ പുറകെയാണ് ഇവർ ഓടുന്നത്. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്തും നീലക്കൊടുവേലി പോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു ഫാൻറ്റസി ആയിട്ടുള്ളൊരു ഐറ്റം. അപ്പോൾ ഇത് തേടി ഇവർ പോകുന്ന സമയത്തുണ്ടാകുന്ന ഫാൻറ്റസി ആയിട്ടുള്ള ചില അൺറിയൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം ഈ പറയുന്ന എപ്പിക് ഫാൻറ്റസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഒറിജിനൽ ഒരു റൂട്ട് വിടാതെ ഈ പറയുന്ന എപ്പിക് ഫാൻറ്റസി ആയിട്ടുള്ള ഈ ഒരു സംഭവത്തിൻ്റെ പുറകെ പോകുന്ന ഒരു ഇതായിരിക്കാം ഈ ഫാൻറ്റസി എന്നതിലൂടെ അവർ പറയുന്നത് മെയിനായിട്ടും. അപ്പോൾ ഈ സിനിമ എന്തായാലും നമ്മൾ മുമ്പേ കണ്ട ഷാജി പാപ്പനും ടീമും തന്നെ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഇത് പോകുന്നത്. അതേസമയം ഇതിൻ്റെ അകത്ത് ഈ ഒരു നീലക്കൊടുവേലി പോലെ എന്തെങ്കിലും ഒരു എലമെൻ്റ് അവർ തേടി പോകുമ്പോൾ അതിൻ്റെ റൂട്ട് പിടിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫാൻറ്റസി. അങ്ങനെ പോവുകയാണെങ്കിൽ എന്തായാലും അത് നല്ലൊരു ടൈം ലൈൻ ആയിരിക്കും. കാരണം ഞാനൊക്കെ ആദ്യം വിചാരിച്ചിരുന്നതെന്ന് വെച്ചാൽ ഇതൊരു കംപ്ലീറ്റ് ആയിട്ട് ജേണൽ ഷിഫ്റ്റ് ചെയ്തൊരു സോംബി പടം പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഏലിയൻ യൂണിവേഴ്സിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു ഫിലിം ആയിരിക്കും എന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ എന്തായാലും ഇത് ഡയറക്ടർ തന്നെ കൺഫേം ചെയ്തതുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു ഹോപ്പുണ്ട്. പിന്നെ ഇതിനകത്ത് ഫുക്രുവിൻ്റെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. നമ്മൾ ഇതിന് മുമ്പ് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, മൂങ്ങ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ആ ക്യാരക്ടറിന് പകരമായിട്ട് പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല, കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കാം. കാരണം ഒന്നാമത്തെ കാര്യം ഈ ഒരു ക്യാരക്ടർ ഓൾറെഡി നമ്മളെ മനസ്സിൽ പതിഞ്ഞൊരു ക്യാരക്ടറാണ്. അവരെ കൂട്ടത്തിൽ ആ ഒരു ക്യാരക്ടറെ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവന്നതാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്യൂല ആൾക്കാർ, പ്രത്യേകിച്ച് ഈ ഒരു കാസ്റ്റ് തന്നെ ചെയ്തതുകൊണ്ട്. വേറെ ആരെങ്കിലും ആണെങ്കിൽ പിന്നെയും അവർ ഇത് ചെയ്യും. അപ്പോൾ ഇതൊരു പുതിയ ക്യാരക്ടറായിട്ട് അവരെ കൂട്ടത്തിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, ആ രീതിയിൽ തന്നെ അത് ബ്ലെൻഡ് ആയി പോകും. പക്ഷേ ആ ക്യാരക്ടറിൻ്റെ പേരും അതൊക്കെ കൊടുത്തൊരു രീതിയിലാണ് കൊണ്ടുവരാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും അതൊരു കല്ലുകടി ആയിരിക്കും. കാരണം ആ ഒരു ടീമിനെ നമുക്ക് ഓൾറെഡി നമ്മൾ 2 പാർട്ടുകളിലായിട്ട് നെഞ്ചിലേറ്റിയ ഒരു ടീമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കല്ലുകടി ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് പാളാൻ ചാൻസ് ഉണ്ട്. നേരത്തെ ആ ഒരു മൂങ്ങ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ ചെയ്തിരുന്ന ഒരു ആക്ടർ പുറത്തെന്തോ ബിസിനസ്സുമായിട്ട് ദുബായിലോ എന്തൊക്കെ ആയതിൻ്റെ ഇഷ്യൂവിൻ്റെ പേരിലാണ്. അപ്പോൾ അതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഇഷ്യൂസൊന്നും ഒരു പ്രൊഡക്ഷനുമായിട്ടൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും സംഭവം ഒരു ഹോപ്പുള്ളൊരു സിനിമയാണ്. അപ്പോൾ എന്തായാലും ഇതൊരു ഏലിയൻ പടമോ സൂംബി പടമോ അല്ല എന്നുള്ളത് ഡയറക്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇല്ല ഓരോ ക്യാരക്ടേഴ്സിന് കൊടുത്തിരിക്കുന്ന സിഗ്നേച്ചറായിട്ടുള്ള ലുക്കുകളും ഒക്കെയാണ്. ഇതിലെ ആശാൻ്റെ ആ ഒരു ലുക്ക്, അതുപോലെ തന്നെ ഓരോ ക്യാരക്ടർ, ഫാൻറ്റം ഫെയിലിയ, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെ എല്ലാം ഒരു കോമിക് ക്യാരക്ടർ പോലെ ഇനി ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഇവരെ വെച്ച് ഓരോ കോമിക് ബുക്സുകൾ, ബാലരമയൊക്കെ പോലത്തെ ഒരു കോമിക് ബുക്ക് തന്നെ ഇറക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഒരു ഫിലിമാണ് ഈ ഒരു സിനിമ. ഈ ഒരു 3 സിനിമകളുടെ ആ ഒരു ഫ്രാഞ്ചൈസീസ് ഇങ്ങനെ കറക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ ഇത് ഒരുപാട് സീക്വലും പ്രീക്വലും ഒക്കെ അവർക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും ഈ ഒരു ക്യാരക്ടറുകളെ ഇൻഡിവിജ്വലായിട്ട് എടുത്തുകൊണ്ട് സ്റ്റാൻഡ് ലോൺ ഫിലിംസുകളായിട്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മലയാളത്തിലുള്ളതിൽ ഒരു ഫണ്ണി, ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള നമുക്ക് ഇമോഷൻ ഇല്ലാതെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ പറയുന്ന ആടിൻ്റെ ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മലയാളത്തിൻ്റെ ഒരു യൂണിവേഴ്സ് തന്നെയാണ്, ഒരു ഫൺ, ഒരു എൻ്റർടൈൻമെൻറ്റ് യൂണിവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം മലയാളത്തിൻ്റെ. നമ്മൾ മലയാളത്തിൽ ഇല്ലാത്ത കാര്യങ്ങളില്ല. നമ്മൾ പല സിനിമകളും വെച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത്
പല പുതിയ പുതിയ വെറൈറ്റി യൂണിവേഴ്സ് നമ്മൾ മലയാളത്തിൽ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിലൊന്നാണ് യാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ വീഡിയോയിനകത്ത് മെയിനായിട്ട് എൻ്റെ കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ആണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എന്തായാലും ആട് 3-യിൽ ഏത് ക്യാരക്ടറിനെയാണ് നിങ്ങൾക്ക് ഫേവറേറ്റ്? ഇപ്പോൾ ഷാജി പാപ്പനെ ഒഴിച്ച് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൽ ഷാജി പാപ്പനെ എന്തായാലും എല്ലാവർക്കും ഫേവറേറ്റ് തന്നെയായിരിക്കും. പക്ഷേ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിൽ ആരെയാണ് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു യുണീക്ക് ക്യാരക്ടർ? റീസെൻറ്റ് വീഡിയോസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ ഇതിനേക്കാൾ ഇഡിയോട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാ നിസാർ.